സുവിശേഷം 1-ാം അധ്യായം ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, ആ ഭവനത്തിൽ മാനസികമായി വേദന അനുഭവിക്കുന്ന സക്കറിയ എന്നൊരു പുരോഹിതനെ കുറിച്ച്. അതായത് വായിച്ചു കേട്ട വചനഭാഗത്ത് എലിസബത്ത് എന്ന് പറയുന്ന ഗർഭിണിയായ ഒരു യുവതിയുടെ, വാർദ്ധക്യവതിയായ യുവതിയുടെ പീഡകളെ കുറിച്ച്, വേദനകളെ കുറിച്ച്, ശാരീരികമായ വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ തൊട്ട് മുൻപിലെന്ന ഭാഗത്ത് അവളുടെ ഭർത്താവായ സക്കറിയായുടെ ഒരു മാനസിക വേദന കൂടിയുണ്ട്. അതായത് ദേവാലയത്തിന് ബലിപീഠത്തിന്റെ മുമ്പിൽ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് നിനക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് പറയുമ്പോൾ അതിനുശേഷം അവിശ്വാസത്തിന്റെ പേരിൽ മൂകനായ ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യയുടെ ഉദരത്തിലെ കുഞ്ഞ് വികാസം പ്രാപിക്കുന്ന കണ്ടുകൊണ്ട് ഒരു അക്ഷരം പോലും പറയാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ എല്ലാ ഭവനത്തിലുണ്ട്. ദൈവപോലെ ഒരു വശത്ത് ശാരീരികമായ വേദനയാണെങ്കിൽ മറുവശത്ത് മാനസികമായ ആരോടും പറയാൻ പറ്റാത്ത വേദന. ആ ഭവനത്തിലേക്ക് കത്തിച്ചു വെച്ച കിടാവിളക്ക് പോലെ ഒരു നിറ സാന്നിധ്യമായി പരിശുദ്ധ കന്യാമറിയം വന്നു നിൽക്കുന്നത്. ഈ വചനഭാഗത്തിന് ശേഷം തുടർന്നുള്ള ഭാഗത്ത് ഒരിക്കലും ശാരീരികവും മാനസികമായ വേദനയെ കുറിച്ച് പിന്നീട് പറയുന്നില്ല. എലിസബത്തിന്റെ ഭവനത്തിന്റെ മാനസികവും ശാരീരികമായ എല്ലാ അവസ്ഥകളെയും മാറ്റിമറിച്ചുകൊണ്ട് മറിയത്തിന്റെ സാന്നിധ്യം വന്ന് നിൽക്കുന്നത്. എപ്പോഴും ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപക്ഷെ വർഷത്തിൽ ഒരിക്കലോ 2 വർഷത്തിൽ ഒരിക്കലോ ഒക്കെ ഗൾഫിൽ നിന്നോ വിദേശത്ത് നിന്നോ തിരികെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ് തിരികെ മടങ്ങി വരുമ്പോൾ, എപ്പോഴെങ്കിലും ഒക്കെ കുടുംബ ബന്ധുക്കളെ കാണാനായി സന്ദർശിക്കാനായി പോകുമ്പോൾ ഞാൻ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു സാന്നിധ്യമുണ്ട്, സന്തോഷത്തിന്റെ സാന്നിധ്യം. കഷ്ടപ്പാടും ദുരിതങ്ങളും ക്ലേശങ്ങളുമാണെങ്കിൽ കൂടെ ആയിരുന്നുകൊണ്ട് സന്തോഷിക്കാനും പരിചരിക്കാനുമുള്ള ഒരു നിറ സാന്നിധ്യമായിട്ട് മാറണമെന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം ആദ്യ ഭാഗത്ത് ഇതുപോലെ തന്നെയാണ്. ഒരുപക്ഷെ 4 സുവിശേഷം എടുത്താലും ബൈബിളിന്റെ 4 സുവിശേഷത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഏറ്റവും അവസാന ഭാഗം വരെ പരിശുദ്ധ കന്യാമറിയം ഒരു നിറഞ്ഞ സാന്നിധ്യമാണ്. ഒരു നല്ല അമ്മ, ഒരു നല്ല ഭാര്യ, ഒരു നല്ല സുഹൃത്ത് എന്ന രീതിയിൽ തുടക്കം മുതൽ അവസാന ഭാഗം വരെ കൃത്യമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരമ്മ, ഒരു നിറ സാന്നിധ്യം. ഒരുപക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് കാനായിലെ വിവാഹ നാളിന്റെ നമുക്ക് കൃത്യം വായിച്ച് സ്ഥിരം വായിച്ച് കേട്ടതും വ്യാഖ്യാനിച്ചതും ധ്യാനിച്ചതുമായ വചനഭാഗങ്ങൾ എല്ലാ ആഘോഷങ്ങളും അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്ന് വീണ്ടും തുടങ്ങുവാനായി ഒരു സ്ത്രീ നൽകുന്ന ഒരു പ്രചോദനം. അതായത് ഒരു വിവാഹവേളയിലെ എല്ലാ ആഘോഷങ്ങളും അവസാനിച്ച് കുടുംബം നിരാശയിലേക്ക് പോകുന്ന അവസരത്തില് ഒരമ്മ കൊടുക്കുന്ന നിറസാന്നിധ്യം, അമ്മയുടെ നിറസാന്നിധ്യത്തിൽ വീണ്ടും ആഘോഷിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു പ്രചോദനമുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ആഘോഷത്തിന്റെ വേളകളിൽ പല വേളകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും കൂടെയുള്ളവരുടെ പുറമേ ആഘോഷമാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളില് സങ്കടം പോലെ തിരിച്ചറിയാതെ കടന്നു പോകുന്ന മനുഷ്യരാ. എല്ലാവരും ചിരിക്കാൻ മിടുക്കന്മാർ. കാരണം എല്ലാ പല്ലുകളും കാണിച്ച് ചിരിച്ച് കടന്നു പോകുമ്പോഴും ഉള്ളിന്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുങ്ങി വിതുമ്പുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. കാനായിലെ വിവാഹനാളിലെ കുടുംബനാഥനെ പോലെ വിതുമ്പുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട്. ഞാനും എന്റെയും നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഓരോ കുടുംബങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ ആഘോഷങ്ങൾ അസ്തമിച്ചെടുത്തത് വീണ്ടും തുടങ്ങുവാനായി പ്രചോദനം നൽകുന്ന ഒരു സാന്നിധ്യമായി മാറണം എന്നുള്ളതാണ്. ബൈബിളിന്റെ അവസാന ഭാഗത്ത് ഇതുപോലെ തന്നെയാണ്. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്ന് വീണ്ടും തുടങ്ങുവാനായിട്ട് ശിഷ്യന്മാർക്ക് കൂടെ നിൽക്കുന്ന ഒരു നിറ സാന്നിധ്യം. കർത്താവിന്റെ മരണശേഷം 4 ചുവരുകൾക്കുള്ളിൽ വാതിലുകളൊക്കെ അടച്ച് ഇരുണ്ട മുറിയിലിരിക്കുന്ന ശിഷ്യന്മാരുടെ ഒരു കൂട്ടം. ഒരുപക്ഷെ ഇനി ഒന്നുമില്ല, എല്ലാ പ്രതീക്ഷയും എവിടെയാണോ തുടങ്ങിയത്, അതായത് എവിടെ നിന്നാണോ തുടങ്ങിയത് തിരികെ അവിടേക്ക് തന്നെ പോകണമെന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് വീണ്ടും ഒന്നേ എന്ന് തുടങ്ങുവാനായി പ്രചോദനം നൽകുന്ന ഒരു സാന്നിധ്യം ജീവിതത്തിൽ അനിവാര്യമാണ്.